ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്ലാസ്റ്റിക് മലിനീകരണത്തിന് അറുതി വരുത്തുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി സംരക്ഷണ മുദ്രാവാക്യം. ദക്ഷിണ കൊറിയയാണ് പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ലോകത്ത് അവബോധം വളർത്തുന്നതിനും ഇതിനായി കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായാണ് ഐക്യരാഷ്ട്രസഭ 1972 ജൂൺ 5 മുതൽ പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഒരേയൊരു ഭൂമി എന്ന പ്രമേയത്തോടെ 1973 ആദ്യത്തെ പരിസ്ഥിതി ദിനാചരണം. തുടർന്ന് ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി അവബോധ പരിപാടിയായി പരിസ്ഥിതി ദിനാഘോഷം മാറി. ഓരോ വർഷവും ഓരോ രാജ്യമാണ് പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുക. പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ അവബോധം വളർത്തുന്നതിനായുള്ള പ്രചരണത്തിന് ഈ രാജ്യം നേതൃത്വം നൽകും. പ്ലാസ്റ്റിക് മലിനീകരണത്തിന് അറുതി വരുത്തുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി സംരക്ഷണ മുദ്രാവാക്യം. ദക്ഷിണ കൊറിയയാണ് ഇക്കുറി പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. മലിനീകരണം, ജൈവവൈവിധ്യ നഷ്ടം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്ലാസ്റ്റിക് മലിനീകരണം മൂലം കൂടുതൽ വഷളാകുന്നു. പ്രതിദിനം 11 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് ജലസ്രോതസ്സുകളിലേക്ക് തള്ളപ്പെടുന്നത്. ലോകത്തിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ഏകദേശം 1/5 ഇന്ത്യയിലാണെന്നാണ് കണക്കുകൾ. ഓരോ വർഷവും 3.3 മുതൽ 9.5 ദശലക്ഷം ടൺ വരെ പ്ലാസ്റ്റിക് മാലിന്യമാണ് രാജ്യത്തുണ്ടാകുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണത്തിന് പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ പരിസ്ഥിതി ദിനത്തെ ലോകം കാണുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണത്തിന് അറുതി വരുത്തി നല്ല നാളേക്കായി ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന സന്ദേശത്തോടെയാണ് പരിസ്ഥിതി ദിനം കടന്നുപോകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.